ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ കൂടി വിശ്വാസയോഗ്യമാക്കി മാറ്റണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, പരസ്പരം ഒരിക്കലും കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം രണ്ട് വ്യക്തികൾക്കിടയിൽ അത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവരൊരിക്കലും പരസ്പരം കള്ളം പറയുന്നുണ്ടായിരിക്കില്ല. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചിലപ്പോൾ അത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് സത്യസന്ധമായി പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം കള്ളം പറയാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എപ്പോഴും അവർ കമ്മിറ്റഡ് ആണ് എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം വാല്യൂ കൊടുക്കണം, അല്ലെങ്കിൽ അത് എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു ധാരണയും അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിചാരവും ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അറിയുന്ന വ്യക്തികളായിരിക്കും ഇത്തരത്തിൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കപ്പിൾസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകൾ പരസ്പരം ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കില്ല എന്നുള്ളതാണ്. എന്ത് കാര്യങ്ങളാണെങ്കിലും അത് പരസ്പരം തുറന്നു പറയാനുള്ള ഒരു കറേജ് അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കിടയിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരിക്കില്ല. സോ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക, പരസ്പരം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും രണ്ട് വ്യക്തികൾക്കും ഒരുപക്ഷെ രണ്ട് ആവശ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ രണ്ട് ഇഷ്ടങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടി കൺസിഡർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾക്ക് അവരെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പരിഗണിക്കുക, അവരെ കുറിച്ച് ഓർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കും. ഫൈനലി, ഇവരൊരിക്കലും ഇവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഒരിക്കലും ഒറ്റയ്ക്ക് എടുക്കില്ല എന്നുള്ളതാണ്. പരസ്പരം ചർച്ച ചെയ്ത് രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ ഒരുപോലെ നോക്കി രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കാം ലൈഫിലെ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ടായിരിക്കുക. ഇത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പരസ്പരം കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് എന്നോട് ചോദിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അതറിഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെയാണ്. പക്ഷെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണാൻ സാധിക്കില്ല. സോ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആബ്സെന്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.